ഹായ്, ഇന്നൊരു നട്ടുച്ചപ്രാന്തൻ്റെ കഥയാണ് കേട്ടോ. അമ്മ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കായലിലോട്ടും പാടത്തോട്ടൊക്കെ പോകല് ഞങ്ങൾക്കൊരു പതിവാണ്. സാധാരണ ഞങ്ങൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെകളിലാണ് പോവാറ്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് പോകാമെന്ന് കേട്ടോ തീരുമാനിച്ചത്. കിറുക്കിനെ കൂടെ വിളിച്ചെങ്കിലും പുള്ളിക്കാരിയുടെ മൂഡ് അത്ര അങ്ങോട്ട് ഓക്കെ അല്ലാത്തതുകൊണ്ട് അവളൊരു വലിയ നോയാണ് റിപ്ലൈ തന്നത്. അതുകൊണ്ട് ഇന്നത്തെ യാത്ര ഞാനും പൊന്നും കോരനും കൂടെയാണ്. വലയെറിയലും മീൻ പിടിക്കലൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണെങ്കിലും എനിക്കും പൊന്നൂനും ഞങ്ങളിത് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം കാണുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ആസ്വദിക്കാറുണ്ട് കേട്ടോ. കുറേ നേരം വലയെറിഞ്ഞ ചേട്ടനോട് സൊറ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ക്യൂരിയോസിറ്റി ചേട്ടൻ്റെ വലയിൽ കുരുങ്ങിക്കണം മീൻ എന്തൊക്കെയാണെന്ന് അറിയാനായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടനോട് കാര്യം പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ ഞങ്ങളും കരയ്ക്ക് കയറിയിട്ടോ. നോക്കിയപ്പോൾ ചേട്ടൻ്റെ വലയിൽ കിട്ടിയിരിക്കുന്നത് മൊത്തം കോലാനാണ്. ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയൽ. നിങ്ങളുടെ അവിടേക്ക് ഈ മീനിന് എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. 10 പൈസ കയ്യിലെടുത്തിട്ടില്ലെങ്കിലും ചേട്ടനോട് കോലാൻ്റെ വിലയൊക്കെ വലിയ കാര്യത്തിൽ ചോദിച്ച് പിന്നെയും കുറേ നേരം സൊറ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂവ് ചെയ്തത്. ഞങ്ങൾ അമ്മ വീട്ടിൽ ശരിക്കും 8 പേരമക്കളാണ്. അതിൽ ഏറ്റവും താഴെയുള്ള 2 പേരാണ് കോരനും കുഞ്ഞനും. കുഞ്ഞിനെ പറ്റി ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ കോരനെ പറ്റി പറയാം. കോരൻ്റെ ശരിക്കുള്ള പേര് ഗോഡ്വിൻ എന്നാണ്. ആദ്യം അവനെ ഷോർട്ടാക്കി ഗോഡു എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ കാലക്രമേണ അത് മോഡിഫൈ ആയിട്ട് കോര എന്നായെന്നുള്ളതാണ് സത്യം. ഇവരും ഞാനും തമ്മിൽ ഏകദേശം 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നിരുന്ന പിള്ളേരാണ്. സംഭവം ഇവരെൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെയാണ് വളർന്നതെങ്കിലും ഇവർ ഇത്രയും വലുതായി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യം കേട്ടോ. ഞങ്ങൾ 8 പേരും ഒരു 2-3 കൊല്ലം മുമ്പ് വരെ ഒരുമിച്ചുണ്ടാവുന്ന ടൈം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പം ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെയുള്ളൊരു ടൈമെന്ന് പറയുന്നത് വളരെ കുറവാണ്. എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ഭയങ്കര ബിസിയാണ്. അതിപ്പോൾ പഠിക്കാനായാലും ജോലിക്കായാലും. അങ്ങനെ ഇപ്പോൾ കോരന് നാട് വിടാനായിട്ട് പോവാണ്. അവനും സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. സംഭവം ഇവന് കുരുത്തക്കേടിൻ്റെ ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് തന്നെ ഈ നട്ടപ്പൊരു വെയിലത്തും ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് യാതൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറേ നേരം ദിലീപും സലീം കുമാറൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന കാട്ടായങ്ങൾ മൊത്തം. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചെറുകൻ്റെ ഒരു മരത്തിൻ്റെ ഇടയിലോട്ട് കയറുന്നുണ്ട്. വല്ലാതെ അവൻ അങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഭാവി കൂമ്പടയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അവനെ വലിച്ച് പുറത്തിട്ടു. അടുത്ത പരിപാടി ഫോട്ടോഷൂട്ടാണ്. അതിൻ്റെ കൂടെ ചേട്ടൻ്റെ വക കുറച്ച് കസരത്തും കൂടെയുണ്ട്. സംഭവം വെള്ളമൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. നീന്തലറിയാത്ത തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇവൻ ഈ കാണിച്ചു കൂട്ടുന്നത് നീന്തലറിയാം എന്നുള്ള അഹങ്കാരമാണ്. സാറിൻ്റെ വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കരയ്ക്ക് കയറാൻ. അതിൻ്റെ ഇടയിൽ ഒരുത്തിടൊക്കെ ഫോട്ടോഷൂട്ട് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിലിറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവരുടെ വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ എന്നീ സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. എൻ്റെ കഥകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.